ബോൺജോർണോ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കപ്പുച്ചെത്തോ റോസോ എന്ന ഒരു കുട്ടിയുടെ സ്റ്റോറിയുടെ പകുതി ഭാഗം പഠിച്ചു. അതിലെ ന്യൂ വേർഡ്സും സെന്റൻസസ് മേക്കിങ്ങും എല്ലാം നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമുക്ക് അതിന്റെ ലാസ്റ്റ് പാർട്ട് പഠിക്കാം. ഓക്കെ, ലെറ്റ്സ് ബിഗിൻ. Il lupo furbo pensò di arrivare prima di Cappuccetto Rosso e corse velocemente alla casa della nonna. Entrò e la chiuse nell'armadio. Poi si mise i suoi vestiti, il suo cappello e si sdraiò sul letto. Il lupo furbo pensò di arrivare prima di Cappuccetto Rosso. Il lupo ചെന്നായ. ഫൂർബോ എന്ന വാക്കിന് രണ്ട് മീനിങ് ഉണ്ട്. കണ്ണിങ് എന്ന വാക്കുണ്ട്, ക്ലെവർ എന്ന മീനിങ് ഉണ്ട്. ഇറ്റാലിയൻ പീപ്പിൾ ഒത്തിരി ഉപയോഗിക്കുന്ന ഒരു വേർഡാണ് ഫൂർബോ എന്നത്. സാഹചര്യങ്ങൾക്കനുസരിച്ച് അത് നെഗറ്റീവ് മീനിങ് ആവും, പോസിറ്റീവ് മീനിങ് ആവും. ഇൻ ദിസ് കേസിൽ കണ്ണിങ് എന്നുള്ള അർത്ഥമാണ് വരുന്നത്. എന്നാൽ ചില പ്രത്യേക സിറ്റുവേഷനിൽ അത് ക്ലെവർ എന്നുള്ള അർത്ഥത്തിലും ഫൂർബോ എന്ന വേർഡ് ഉപയോഗിക്കും. അപ്പൊ ഇല്ലൂപ്പോ ഫൂർബോ കണ്ണിങ്, അതായത് കുശാഗ്ര ബുദ്ധി, കുരുട്ടുബുദ്ധി എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയും. അങ്ങനത്തെ സ്വഭാവമുള്ള ചെന്നായി എന്ത് ചെയ്തു? പെൻസോ. പെൻസോ എന്ന് പറഞ്ഞെങ്കിൽ തേർഡ് പേഴ്സൺ സിംഗുലർ ആണ്. ചിന്തിച്ചു. പെൻസാരെ എന്ന വെർബിൽ നിന്നാണ് വരുന്നത്, ചിന്തിക്കുക. അപ്പൊ ചിന്തിച്ചു. ദി അറിവാരെ, അറിവാരെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറൈവ്ഡ്, എത്തിച്ചേരുക. പ്രീമ, പ്രീമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബിഫോർ. പ്രീമ ദി കപ്പുച്ചെത്തോ റോസോ, കപ്പുച്ചെത്തോ റോസോയ്ക്ക് മുന്നേ ആയിട്ട് വീട്ടിൽ എത്തിച്ചേരണമെന്ന് കണ്ണിങ് ആയിട്ടുള്ള ഈ ചെന്നായ ചിന്തിച്ചു. ഇല്ലൂപ്പോ ചെന്നായ, ഫൂർബോ കണ്ണിങ്, പെൻസോ ടു തിങ്ക്, അറിവാരെ അറൈവ്ഡ്, പ്രീമ ബിഫോർ കപ്പുച്ചെത്തോ റോസോ. കോർസെ വെലോച്ചമെന്റെ അല്ല കാസദെല്ല നൊന്ന. കോർസെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോറരെ എന്നതാണ് വെർബ്, ടു റൺ. ഇൻ ദിസ് കേസ് റാൻ, ഓടി. വെലോച്ചമെന്റ്, വെലോച്ചമെന്റ് എന്ന് പറഞ്ഞാൽ ഫാസ്റ്റ്, ഫാസ്റ്റ് ആയിട്ട് ഓടി. എങ്ങോട്ട്? അല്ല കാസദെല്ല നൊന്ന. അല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഒരു പ്രിപ്പോസിഷൻ ആണ്. ആ പ്ലസ് ല, ആ പ്ലസ് ല, ഈ രണ്ട് പ്രിപ്പോസിഷനും ചേർന്നാണ് അല്ല എന്ന പ്രിപ്പോസിഷൻ വരുന്നത്. അതിന്റെ അർത്ഥം ടു ദ. മലയാളത്തിൽ ലേക്ക്, എന്നൊക്കെ ഉള്ള ശബ്ദം വരാൻ വേണ്ടിയിട്ടാണ് അല്ല എന്ന പ്രിപ്പോസിഷൻ ഉപയോഗിക്കുന്നത്. അല്ല കാസ, കാസ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൗസ്. ആരുടെ ഹൗസ്? ദല്ല നൊന്ന. ദല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓഫ് ദ. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ദി പ്ലസ് ല, ദി പ്ലസ് ലായാണ് ദല്ല എന്ന പ്രിപ്പോസിഷൻ വരുന്നത്. നൊന്ന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രാൻഡ് മദർ. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. അപ്പൊ വളരെ വേഗത്തിൽ ഓടി. എങ്ങോട്ടേക്ക്? ഗ്രാൻഡ് മദറിന്റെ വീട്ടിലേക്ക്. എന്ത്രോ എലക്യൂസ് നല്ലർമാദിയോ. എന്ത്രോ, എന്ത്രോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻട്രാരെ, കയറി. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൻഡ് എന്നുള്ള അർത്ഥമാണ്. ലക്യൂസ്, ക്യൂസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലോസ്ഡ്. നെല്ലർമാദിയോ, അർമാദിയോ അലമാര, അലമാരയ്ക്ക് അകത്ത് കയറി അതിന്റെ ഉള്ളിൽ ക്ലോസ് ചെയ്ത് ഇരുന്നു. പോയി, സിമീസെ, പോയി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനുശേഷം എന്നുള്ള അർത്ഥം വരും. സിമീസെ. മെത്തര് എന്ന വെർബിൽ നിന്നാണ് മീസ് എന്ന വേർഡ് വരുന്നത്. തേർഡ് പേഴ്സൺ സിംഗുലറിനാണ് നമ്മൾ ഈ വേർഡ് ഉപയോഗിക്കുന്നത്. സിമീസ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ ടു പുട്ട് ഓൺ, ധരിക്കുക എന്നുള്ള അർത്ഥം ആണ് വരുന്നത്. ധരിക്കുക, അതായത് വസ്ത്രം ധരിക്കുക, ഷൂസ് ധരിക്കുക, ഇതിനെയൊക്കെ സിമീസ് എന്ന് പറയാം. അപ്പൊ സിമീസ് ഈസോയ് വെസ്റ്റിറ്റി, ഈസോയ്, ഈസോയ് എന്ന് പറയും അവളുടെ, ഇൻ ദിസ് കേസ് ഗ്രാൻഡ് മദറിന്റെ. വെസ്റ്റിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡ്രസ്സ്. അപ്പൊ എന്ത് ചെയ്ത്? അലമാരയിൽ കയറി വാതിൽ അടിച്ചതിന് ശേഷം എന്ത് ചെയ്തു? ഗ്രാൻഡ് മദറിന്റെ വസ്ത്രങ്ങൾ ധരിച്ചു. ഇൽ കപ്പേലോ, ആൻഡ് ദ കപ്പേലോ എന്ന് പറഞ്ഞ ഹാറ്റ്, തൊപ്പിയും ധരിച്ചു. സ്ത്രയോ അലെത്തോ, സ്ത്രയോ എന്ന് പറയുന്നത് സ്ത്രയാരെ എന്ന വെർബിൽ നിന്നാണ് സ്ത്രയോ എന്ന വേർഡ് വരുന്നത്. കിടക്കുക, ടു ലേ ഡൗൺ, കിടക്കുക എന്നുള്ള അർത്ഥമാണ്. അലെത്തോ എന്ന് പറഞ്ഞാൽ ബെഡ്. എന്നിട്ട് എന്ത് ചെയ്തു? ബെഡിൽ കിടന്നു. ഒരിക്കൽ കൂടി പറയാം. കോർസെ റാൻ, ഓടി. വെലോച്ചമെന്റ് ഫാസ്റ്റ്, അല്ല ടു ദ. കാസ ഹൗസ്, ദല്ല ഓഫ് ദ. നൊന്ന ഗ്രാൻഡ് മദർ, ഗ്രാൻഡ് മദറിന്റെ വീട്ടിലേക്ക് സ്പീഡിൽ ഓടിച്ചെന്നു. എന്ത്രോ വീടിനകത്ത് കയറി. ക്യൂസെ, ക്യൂസെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലോസ് ചെയ്തു. നെല്ലർമാദിയോ എവിടെ? അലമാരിക്കുള്ളിൽ. പോയി എന്നിട്ട് സിമീസെ ഈസോയ് വെസ്റ്റിറ്റി, സിമീസെ പുട്ടോൺ ധരിച്ചു. ഈസോയ് അവളുടെ, വെസ്റ്റിറ്റി വസ്ത്രം
വസ്ത്രങ്ങൾ. എൽ കപ്പേലോ ദ ഹാറ്റ്, തൊപ്പിയും ധരിച്ചു. എസിസ്ത്രയോ അല്ലെത്തോ, എന്നിട്ട് എന്ത് ചെയ്തു? ബെഡിൽ കിടന്നു. Quando Cappuccetto Rosso arrivò, trovò il lupo travestito da nonna. Si avvicinò al letto e disse: Nonna, che occhi grandi che hai! Per vederti meglio, mia cara. Nonna, che orecchie grandi che hai! Per sentirti meglio, mia cara. Ma nonna, che bocca grande che hai! Per mangiarti meglio! E il lupo balzò fuori dal letto per mangiare Cappuccetto Rosso. Ma proprio in quel momento passò un cacciatore che sentì le grida, entrò nella casa, colpì il lupo e salvò Cappuccetto Rosso e la nonna. Da quel giorno Cappuccetto Rosso promise di ascoltare sempre i consigli della mamma e di non parlare mai con gli sconosciuti. Quando Cappuccetto Rosso arrivò, trovò il lupo travestito da nonna. Si avvicinò al letto e disse: Quando എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ എന്നുള്ള അർത്ഥമാണ്. കപ്പുച്ചോത്ത് റോസോ. അറിവോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്തിച്ചേർന്നപ്പോൾ, അറൈവ്ഡ് എന്നുള്ള അർത്ഥം വരും. അറിവോ, അറൈവ്ഡ്, എത്തിച്ചേർന്നപ്പോൾ. ത്രോവോ, ത്രോവോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫൗണ്ട്, അത് തേർഡ് പേഴ്സൺ സിംഗുലർ ആണ്. ത്രോവോ പാസ്റ്റ് ടെൻസ് ആണ്. കണ്ടു. ത്രോവോ ഇല്ലൂപ്പോ, ചെന്നായി കണ്ടു. ത്രവെസ്തീത്തോ, ത്രവെസ്തീത്തോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വസ്ത്രം മാറുക, അതായത് വേഷം മാറി കണ്ടു. ദ നൊന്ന, ആരുടെ വസ്ത്രമാണ് ധരിച്ചിരുന്നത്? നൊന്നയുടെ വസ്ത്രം ധരിച്ച ചെന്നായിയെ കപ്പുച്ചോത്ത് റോസോ കണ്ടു. സി അവിച്ചിനോ, അവിച്ചിനോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്രോച്ച്, അടുത്തേക്ക് ചെന്നു. അല്ലെത്തോ, ലെത്തോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബെഡ്, ബെഡിനടുത്തേക്ക് ചെന്നു. എദിസെ, എന്നിട്ട് പറഞ്ഞു. സി അവിച്ചിനോ, അടുത്തേക്ക് ചെല്ലുക. അല്ലെത്തോ, ബെഡിനടുത്തേക്ക്. എദിസെ, പറഞ്ഞു, എന്നിട്ട് പറഞ്ഞു. കോന്തോ, അപ്പോൾ. കപ്പുച്ചോത്ത് റോസോ അറിവോ, അറിവാരെ, റീച്ച്ഡ്. ട്രോവോ, ട്രോവാരെ എന്നതാണ് വെർബ്. ഫൗണ്ട് എന്നുള്ള പാസ്റ്റ് ടെൻസ് ആണ്. ഫൗണ്ട്, കണ്ടു എന്നുള്ള അർത്ഥമാണ് വരുന്നത്. ഇല്ലൂപ്പു, ചെന്നായ. ത്രവസ്തീത്തോ, വസ്ത്രം മാറി. ധനൊന്ന, ഗ്രാൻഡ് മദറിന്റെ വസ്ത്രം ധരിച്ചിരിക്കുന്നത് കണ്ടു. സിയാവിച്ചിനോ, അടുത്തേക്ക് ചെന്നു. അല്ലെത്തോ, ബെഡിനടുത്തേക്ക്. എദീസെ, എന്നിട്ട് പറഞ്ഞു. നൊന്ന കെ ഓക്കി ഗ്രാൻഡി കെ ഐ. ഗ്രാൻഡ് മദർ, വാട്ട് ബിഗ് ഐസ് യു ഹാവ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. അതായത് അമ്മുമ്മ, എത്ര വലിയ കണ്ണുകളാണ് അമ്മുമ്മയ്ക്കുള്ളത് എന്നതാണ് ഇതിന്റെ അർത്ഥം. നൊന്ന, ഗ്രാൻഡ് മദർ. കെ വാട്ട്സ്, എത്ര വലുതെന്നുള്ള അർത്ഥത്തിന് കെ വാട്ട്സ്. ഓക്കി, ഓക്കി ഐസ്. ഗ്രാൻഡി, ബിഗ്, വലുത്. കെ ഐ, യു ഹാവ്. അപ്പൊ ഗ്രാൻഡ് മദർ, എത്ര വലിയ കണ്ണുകളാണ് അമ്മുമ്മയ്ക്കുള്ളത് എന്ന് ചോദിച്ചു. പെർ വെതേർത്തി മേലു മിയക്കാര. പെർ വെതേർത്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെതേരെ എന്നതാണ് വെർബ്. ടു സീ, മേലു ബെറ്റർ. മിയക്കാര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൈ ഡിയർ അല്ലെങ്കിൽ മൈ ഡാർലിംഗ് എന്നുള്ള അർത്ഥം വരും. മിയക്കാര, മൈ ഡിയർ, മൈ ഡാർലിംഗ്. പെർ വെതേർത്തി മേലു, നിന്നെ നന്നായിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് മൈ ഡിയർ അല്ലെങ്കിൽ മൈ ഡാർലിംഗ് എന്ന് പറഞ്ഞു. നൊന്ന കെ ഒറേക്ക് ഗ്രാൻഡിക്ക് ആയി. നൊന്ന, ഗ്രാൻഡ് മദർ, എത്ര വലിയ. ഒറേക്ക്, ചെവികൾ. ഗ്രാൻഡി, ബിഗ്. കെ ആയി, അപ്പൊ എത്ര വലിയ ചെവികളാണ് അമ്മുമ്മയ്ക്കുള്ളത് എന്ന് ചോദിച്ചു. നൊന്ന കെ ഒറേക്ക് ഗ്രാൻഡി കെ ആയി. നൊന്ന, ഗ്രാൻഡ് മദർ. കെ വാട്ട്സ്, ഒറേക്ക് ഇയേഴ്സ്. ഗ്രാൻഡി, ബിഗ്. കെ ആയി, യു ഹാവ്. അപ്പൊ എത്ര വലിയ ചെവികളാണുള്ളത് എന്ന് പറഞ്ഞു. പെർ സെന്റിർത്തി മേലു മിയക്കാര. മിയക്കാര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൈ ഡാർലിംഗ് അല്ലെങ്കിൽ മൈ ഡിയർ. പെർ സെന്റിർത്തി, സെന്റിർത്തി നിന്നെ നന്നായിട്ട് കേൾക്കാൻ വേണ്ടിയിട്ടാണ്. മേലു, ബെറ്റർ, നന്നായിട്ട്. അപ്പൊ നിന്നെ നന്നായിട്ട് കേൾക്കുക. സെന്തീരെ എന്നതാണ് വെർബ്. സെന്തീരെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹിയർ, ടു ഹിയർ. അപ്പൊ കേൾക്കുക, നിന്നെ നന്നായിട്ട് കേൾക്കാൻ വേണ്ടിയിട്ടാണ് എനിക്ക് വലിയ ചെവികളുള്ളത് എന്ന് പറഞ്ഞു. നൊന്ന കെ ബോക്ക ഗ്രാൻഡെ കെ ആയി. നൊന്ന
che bocca grande che hai. Nonna grandmother che what bocca mouth. Grande big. നേരത്തെ പറഞ്ഞതാണ് ബിഗ് ക്യായ് യു ഹാവ്. അപ്പൊ ഗ്രാൻഡ് മദർ അമ്മൂമ്മയുടെ വായ എത്ര വലുതാണ് എന്ന് കുട്ടി പറഞ്ഞു. കെബോക്ക ഗ്രാൻഡ് കെ എത്ര വലിയ വായാണ് ഗ്രാൻഡ് മദറിനുള്ളത് എന്ന് കുട്ടി പറഞ്ഞു. പെർ മഞ്ചാർത്തി മഞ്ചാരെ എന്നതാണ് വെർബ് ടു ഈറ്റ്. പഠിപ്പിച്ചിട്ടുണ്ട്. തി യുവർ സെൽഫ് മീ മൈ സെൽഫ് എന്നൊക്കെ പറഞ്ഞിട്ട് റിഫ്ലെക്സീവ് വേർബ്സ് ആണ് ഇതെല്ലാം. പെർ മഞ്ചാർത്തി അപ്പൊ നിന്നെ തന്നെ നിന്നെ നന്നായിട്ട് കഴിക്കാം. മീലിയോ ബെറ്റർ നിന്നെ നന്നായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ടാണ് എനിക്ക് വലിയ മൗത്ത് ഉള്ളതെന്ന് ഈ ചെന്നായ പറഞ്ഞു. പെർ മഞ്ചാർത്തി മേലിയോ. ഒരിക്കൽ കൂടി എല്ലാ വാക്കുകളുടെയും അർത്ഥം പറയാം. നൊന്ന ഗ്രാൻഡ് മദർ കെ വാട്ട് ഓക്കെ ഐസ് ഗ്രാൻഡി ബിഗ് ക്യായ് യു ഹാവ്. പെർ വെതേർത്തി വെതേര് എന്നതാണ് വെർബ് ടു സീ മേലിയോ ബെറ്റർ മിയക്കാര മൈ ഡാർലിംഗ് അല്ലെങ്കിൽ മൈ ഡിയർ. നൊന്ന വീണ്ടും ഗ്രാൻഡ് മദർ ഒറേക്കെ ഇയേഴ്സ് ഗ്രാൻഡി ബിഗ് ക്യായ് യു ഹാവ്. സെന്തീർത്തി സെന്തീരെ ടു ഹിയർ മേലിയോ ബെറ്റർ മിയക്കാര ഡാർലിംഗ് ബോക്ക മൗത്ത് ഗ്രാൻഡ് ബിഗ് മഞ്ചാർത്തി ഈറ്റ്. ഇല്ലൂപ്പോ ബൽസോ ഫോറി ദല്ലെത്തോ പെർ മഞ്ചാരെ കപ്പുച്ചത്തോ റോസോ. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൻഡ് ഇൽ എന്നത് ആർട്ടിക്കിൾ ആണ്. ദ ലൂപ്പോ വുൾഫ് ചെന്നായ്. ബൽസോ ജംപ്ഡ്. ബൽസോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തേർഡ് പേഴ്സൺ സിംഗുലർ ആണ്. ബൽസാരെ എന്നതാണ് വെർബ് ബൽസോ ജംപ്ഡ്. ഫോറി ഔട്ട് ഓഫ് ദ ലെത്തോ ബെഡ് ഔട്ട്സൈഡ് ദ ബെഡ് ബെഡിന് പുറത്തേക്ക് ചാടി. പെർ മഞ്ചാരെ ടു ഈറ്റ് കപ്പുച്ചത്ത് റോസോ. അപ്പൊ കപ്പുച്ചത്ത് റോസോനെ കഴിക്കാനായിട്ട് ലൂപ്പു എന്ത് ചെയ്ത് ചെന്നായി എന്ത് ചെയ്ത് ബെഡിന് പുറത്തേക്ക് ചാടി. പ്രോപ്രിയോ ഇൻ കോയിൽ മൊമെന്റോ പസു ഉൻ കച്ചത്തോറെ കെ സെന്റി ലെ ഗ്രീത. മ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബട്ട് അല്ലെങ്കിൽ എന്നാൽ. പ്രോപ്രിയോ എന്ന് പറഞ്ഞാൽ പ്രോപ്പർ. ഇൻ കൊൽ മൊമെന്റോ ഇൻ ദാറ്റ് ടൈം അല്ലെങ്കിൽ ഇൻ ദാറ്റ് മൂമെന്റ് ആ മൂമെന്റിൽ പസോ പസാരെ എന്നതാണ് വെർബ്. പസോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലെ കടന്നുപോയി. ഉൻ കച്ചത്തോറെ ഉൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കച്ചത്തോറെ വേട്ടക്കാരൻ. അപ്പൊ ഒരു വേട്ടക്കാരൻ പ്രോപ്രിയോ കോൽ മൊമെന്റോ ഇൻ ദാറ്റ് മൂമെന്റ് അതിലെ കടന്നുപോയി. സെന്റി സെന്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടു ഹിയർ. ഇതും തേർഡ് പേഴ്സൺ സിംഗുലർ ആണ്. അവൻ കേട്ടു എന്നുള്ള അർത്ഥത്തിലാണ്. അവൻ കേട്ടു. ലെ ഗ്രീത ഗീത. ഗ്രീത എന്ന വാക്കിന്റെ അർത്ഥം അലർച്ച അലറിക്കരയുന്നത് കേട്ടു. Entro nella casa colpì il lupo e salvò Cappuccetto Rosso e la nonna. എൻട്രോ എൻട്രാരെ എന്ന വെർബിൽ നിന്നാണ് വരുന്നത്. എൻട്രോ അവൻ കയറി. ഹി എൻറ്റേർഡ്. നെല്ല കാസ നെല്ല എന്നത് ആർട്ടിക്കിൾ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞു. ഇൻഡ എന്നുള്ള മീനിങ് ആണ് വരുന്നത്. കാസ ഹൗസ്. കൊൾപ്പി കൊൾപ്പി എന്ന് പറയുന്നത് ഹിറ്റ്. ഇൻ ദിസ് കേസ് വെടിവെച്ചു എന്നുള്ള അർത്ഥം വരുന്നു. കൊൾപ്പി ഈ ലൂപ്പോ ലൂപ്പോയിന് എന്ത് ചെയ്ത് ചെന്നായി വെടിവെച്ചു. എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൻഡ്. എ സൽവോ സൽവോ റെസ്ക്യൂഡ് രക്ഷിച്ചു. കപ്പുച്ചത്ത് റോസോ എല നൊന്ന. കപ്പുച്ചത്ത് റോസോയെയും നൊന്നയെയും ഈ വേട്ടക്കാരൻ രക്ഷിച്ചു. എ ആൻഡ് ഇൽ ദ ലൂപ്പോ ചെന്നായ ബൾസോ ജംപ്ഡ് ഫോറി ഔട്ട്സൈഡ് ദൽ ഓഫ് ദ ലെത്തോ ബെഡ് പെർ ടു മഞ്ചാരെ ഈറ്റ് കപ്പുച്ചത്ത് റോസോ മാ ബട്ട് പ്രോപ്രിയോ പ്രോപ്പർ ഇൻ കോൽ ഇൻ ദാറ്റ് മൂമെന്റ് പസോ പാസ്റ്റ് കച്ചത്തോറെ ഹണ്ടർ കെ ദാറ്റ് സെന്റി ടു ഹിയർ ലെ ഗ്രീത ദ ഷൗട്ട്. എൻട്രോ എൻറ്റേഡ് നെല്ല ഇൻഡ കാസ ഹൗസ് കൊൾപ്പി ഹിറ്റ് ഇൽ ദ ലൂപ്പോ വോൾഫ് എ സൽവോ റെസ്ക്യൂഡ് കപ്പുച്ചത്ത് റോസോ എല നൊന്ന ഗ്രാൻഡ് മദർ. ദ കൊൽ ജോർനോ കപ്പുച്ചത്ത് റോസോ promise di ascoltare sempre i consigli della mamma e di non parlare mai con gli sconosciuti.
ദ quel giorno ഫ്രം ദാറ്റ് ഡേ ആ ദിവസം മുതൽ ജോർനോ ഡേ ആ ദിവസം മുതൽ കപ്പുച്ചുത്തുറോസോ പ്രൊമീസെ കപ്പുച്ചുത്തുറോസോ പ്രോമിസ് ചെയ്തു ദി അസ്കൊൾട്ടാരെ എന്ന് ടു ഹിയർ അല്ലെങ്കിൽ ടു ലിസൺ പറയുന്ന കാര്യങ്ങൾ അനുസരിക്കുക എന്ന് നമ്മൾ മലയാളത്തിൽ പറയും സേംബ്രെ എല്ലായ്പ്പോഴും ഈ കൊൺസീലി എന്ന് അഡ്വൈസ് ഇതെല്ലാം മമ്മ അപ്പൊ മമ്മ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മയുടെ അഡ്വൈസ് അല്ലെങ്കിൽ സജഷൻസ് അനുസരിക്കാനായിട്ട് ആ ദിവസം മുതൽ ആര് തീരുമാനിച്ചു കപ്പുച്ചത്തുറോസ് തീരുമാനിച്ചു ഏത് നോൺ പറലാരെ നോൺ നോട്ട് പറലാരെ ടു സ്പീക്ക് മൈ നെവർ കോൺലി വിത്ത് ദ സ്കോണുഷൂത്തി സ്ട്രേഞ്ചേഴ്സ് അപ്പൊ സ്ട്രേഞ്ചേഴ്സുമായിട്ട് അപരിചിതരുമായിട്ട് ഒരിക്കലും സംസാരിക്കില്ല എന്നുള്ള അമ്മയുടെ കൗൺസിലിംഗ് അനുസരിക്കാനായിട്ട് ആര് തീരുമാനിച്ചു കപ്പുച്ചത്തുറോസ് തീരുമാനിച്ചു പറലാരെ ടു സ്പീക്ക് മൈ നെവർ കോൺ ലിലി എന്നതെല്ലാം ആർട്ടിക്കിൾ ആണ് സ്കോണോഷൂത്തി അപരിചിതര് സ്ട്രേഞ്ചേഴ്സ് അപ്പൊ സ്ട്രേഞ്ചേഴ്സുമായിട്ട് ഒരിക്കലും സംസാരിക്കില്ല എന്ന് തീരുമാനിച്ചു ദ ക്വൽ ജോർനോ ഫ്രം ദ ഡേ ആ ദിവസം മുതൽ കപ്പുച്ചത്തുറോസ് പ്രോമിസ് ചെയ്തു ദി അസ്കൊൾട്ടാരെ ടു ലിസൺ അനുസരിക്കുക അല്ലെങ്കിൽ കേൾക്കുക സെംബ്രെ എല്ലായ്പ്പോഴും ഈ കൊൺസീലി അഡ്വൈസ് ദെല്ല ഓഫ് ദ മദർ ദി നോൺ പറലാരെ ടു സ്പീക്ക് നോൺ നോട്ട് മൈ നെവർ കോൺ വിത്ത് ലിസ് കൊണോഷത്തി ദ സ്ട്രേഞ്ചേഴ്സ് Il lupo, furbo, pensò di arrivare prima di Cappuccetto Rosso e corse velocemente alla casa della nonna. Entrò e la chiuse nell'armadio. Poi si mise i suoi vestiti, il suo cappello e si sdraiò sul letto. Quando Cappuccetto Rosso arrivò, trovò il lupo travestito da nonna. Si avvicinò al letto e disse: Nonna, che occhi grandi che hai! Per vederti meglio, mia cara. Nonna, che orecchie grandi che hai! Per sentirti meglio, mia cara. Ma nonna, che bocca grande che hai! Per mangiarti meglio! E il lupo balzò fuori dal letto per mangiare Cappuccetto Rosso. Ma proprio in quel momento passò un cacciatore che sentì le grida, entrò nella casa, colpì il lupo e salvò Cappuccetto Rosso e la nonna. Da quel giorno Cappuccetto Rosso promise di ascoltare sempre i consigli della mamma e di non parlare mai con gli sconosciuti. കപ്പുച്ചത്തുറോസോന്റെ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു. കഴിഞ്ഞ ക്ലാസ്സിലെ പോലെ തന്നെ ഈ ക്ലാസ്സിൽ നിങ്ങൾ ഒത്തിരി ന്യൂ വേർഡ്സ് പഠിച്ചു, സെന്റൻസ് സ്ട്രക്ചർ പഠിച്ചു, കുറെ കാര്യങ്ങളെല്ലാം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്, ഞാൻ ക്ലിയർ ചെയ്ത് തരാം. ക്ലാസ് വൈൻഡപ്പ് ചെയ്യുകയാണ്. മേ ഗോഡ് ബ്ലെസ് യു. ഗ്രാzie.